സ്റ്റോറിയൊക്കെ അടിപൊളിയാണ്. ഫൈറ്റ് സീൻസ് ഒക്കെ ഇച്ചിരി കുറവാന്നേ ഉള്ളൂ. അല്ലാണ്ട് നല്ല സ്റ്റോറി അറിയാമോ? ഇത് എന്തായിരുന്നു അറിയാമായിരുന്നു? മറ്റേ ഈ ആദിവാസികളെ പറ്റിയുള്ള ഇതായിരുന്നു. നടന്ന സംഭവമായിരുന്നു, അറിയാമായിരുന്നു? ഇല്ല, അറിയത്തില്ല. ഇതൊരു ഹിസ്റ്ററി ആണ് ഇത് ശരിക്കും. അത് കണ്ടപ്പോ തോന്നിയ മനസ്സിന് വിഷമം തോന്നി. ടോവിനോ ഉണ്ടായിരുന്നു. ടോവിനോ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിട്ട് സെക്കൻഡ് ഹാഫ് ആയിരുന്നു കൂടുതൽ നല്ലതായിട്ട് തോന്നി എനിക്ക്. അവസാനം ഈ ആദിവാസിയുടെ ബേസിലുള്ളൊരു കഥയാണ്. നടന്ന സംഭവമായിരുന്നു. നടന്ന സംഭവമായിരുന്നു. അപ്പൊ അത് കൃത്യമായിട്ട് അതുപോലെ തന്നെ കൃത്യമായിട്ട് ഒപ്പിയെടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് ടോവിനോയുടെ ഒരു പെർഫോമൻസ്? നല്ല പെർഫോമൻസ് ആണ്. വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും തോന്നുന്നു? വ്യത്യസ്ത ഒരു പോലീസ് ഓഫീസർ എങ്ങനെ ഒരു പ്രത്യേക ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് ആ ഒരു രീതിയിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആദ്യം ഒരു ലാഗ് ഉണ്ടായിരുന്നു, എന്നാലും സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ നല്ല എൻഗേജിങ് ആണ്. പിന്നെ മുത്തങ്ങ സംഭവം എങ്ങനെയായിരുന്നു? നല്ലതായിരുന്നു. എല്ലാം റിയലിസ്റ്റിക് ആയിട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഡയറക്ഷൻ ബേസ് ഒക്കെ ഡയറക്ഷൻ എല്ലാം കൊള്ളായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം കൊള്ളായിരുന്നു. നല്ല നല്ലോടാ. ഹിസ്റ്ററിയൊക്കെ അതുപോലെ തന്നെ ടോവിനോയുടെ പെർഫോമൻസ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇമോഷണലൊക്കെ കണക്ട് ആയിട്ടുണ്ട്. ആദിവാസികളുടെ ഇതെല്ലാം എങ്ങനെയുണ്ട്? അതും വലിയ കുഴപ്പമില്ലാതെ കാണിച്ചിട്ടുണ്ട് അവര്. നമുക്ക് മനസ്സിന് മുത്തങ്ങ സമരത്തിനെ കുറിച്ചുള്ള സിനിമയാണ്. ആ പഴയ സംഭവമൊക്കെ വീണ്ടും ഓർമ്മപ്പെടുത്തി. അതുപോലെ തന്നെ കുഴപ്പമില്ല, നല്ല തന്നെയാണ്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട ആദിവാസികൾക്കിടെ ഒരു മുടി വളർത്തി ഉയർത്തുന്നുണ്ട്. അവൻ്റെ അമ്മന് ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര നല്ലൊരു ബീജിയം, നല്ലൊരു ലൊക്കേഷൻ. ഇതിന്റെ ഹിസ്റ്ററി അറിയാമല്ലോ? ഹിസ്റ്ററി കുറച്ചൊക്കെ അറിയാം, പക്ഷെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞൊരു കണ്ണ് നിറഞ്ഞു പോയി. ഇത് ക്ലൈമാക്സ് പെട്ടെന്ന് തീർന്ന പോലെ തോന്നി. പക്ഷെ എന്നാലും എന്താ പറയുക, സത്യം ജയിച്ചു. കൈയടിച്ചിറങ്ങുന്ന ഒരു ഫീലാണ്. തീർച്ചയായിട്ടും ടൂണ് നല്ലപോലെ കേട്ടു. പിന്നെ സുരാജിൻ്റെ ക്യാരക്ടർ, പിന്നെ ആ ഒരു നടി, ഒരു കുറേ രണ്ടുമൂന്ന് പാട്ട്, ആദിവാസികളുടെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ, എന്തുകൊണ്ടും നല്ലൊരു ഫീൽ ഗുഡ് മൂവി. ഏറ്റവും എൻ്റെ എടുത്ത് പറയുന്ന ലൊക്കേഷനും ബിജിഎമ്മുമാണ്. അതിനകത്ത് ഏറ്റവും പങ്കിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ആദിവാസിയുടെ ഒരു മുടിയൊക്കെ ഉള്ള ഒരുത്തൻ അത് നല്ലപോലെ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. ടോവിനോ സൂപ്പറായിട്ടുണ്ട്. വ്യത്യസ്തമായിട്ട് ഒരു കഥാപാത്രം തോന്നി ടോവിനോട്. കണ്ടു പണത്തൊരു ടോവിനോ പോലെ വ്യത്യസ്തമായ ഒരു സിനിമയുടെ ഇഷ്ടപ്പെട്ടു. 2003 മുത്തങ്ങ സംഭവമാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഡയറക്ഷൻ കിട്ടുമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ടോവിനോയുടെ പോലീസ് ക്യാരക്ടർ അതും ഗംഭീര പെർഫോമൻസാണ്. മൊത്തത്തിൽ എനിക്ക് ഈ സിനിമ കണ്ടിറങ്ങിയപ്പോഴത്തേക്ക് മനസ്സിലൊരു വിഷമവും അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ നടന്നതെന്നുള്ള. ഇതിൻ്റെ മെയിൻ വില്ലൻ എന്ന് പറയുന്നത് നമ്മുടെ സർക്കാരും പോലീസുമാണ് ഇതിനകത്ത് മെയിനായിട്ട് എടുത്ത് കാണും. പക്ഷെ അത് കൃത്യമായിട്ട് സിനിമയിൽ അത് വരച്ച് കാണിക്കുന്നുണ്ട്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ സിനിമ എല്ലാവരും കണ്ടിരിക്കേണ്ട സിനിമയാണ്. കാരണം ട്രൈബിൾസ് അവർ സ്വന്തം ഭൂമിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളൊരു സമരമാണല്ലോ. സമരം നമ്മൾ 2003 നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ അത് കൃത്യമായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. നല്ല പടമാണ്, എല്ലാവരും കണ്ടിരിക്കേണ്ട സിനിമയാണ്. എങ്ങനെയുണ്ട്?